നമസ്കാരം. ശരണം ശബരീശം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മോടൊപ്പം തെക്കേടത്തുംപന വിഷ്ണു നമ്പൂതിരി അവർകൾ ഉണ്ട്. നിങ്ങളുടെയൊക്കെ സംശയ ദൂരീകരണത്തിനും ശബരിമലയെക്കുറിച്ചും അതുപോലെ തന്നെ ആരാധനാ സമ്പ്രദായത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശാലമായി അതുപോലെ തന്നെ സംശയ ദൂരീകരിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടരുന്നു. സ്വാഗതം തിരുവേണി. സ്വാമിയെ ശരണമയ്യപ്പ. തിരുമേനി, നമ്മൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ ഭക്തി പുരസ്സരമുള്ള ശബരിമല യാത്രയൊക്കെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ മണ്ഡലം കഴിഞ്ഞാൽ അടുത്തത് മകരവിളക്കിനാണ് പ്രാധാന്യം. ഉത്തരായനം തുടങ്ങുകയായി. അതെ, ഉത്തരായനത്തിൽ അയ്യപ്പൻ്റെ ആദ്യത്തെ സംക്രമ പൂജ വിളക്കിനാണ്. ആ സംക്രമ പൂജയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് തന്നെ നട തുറക്കും. ഭക്തജനപ്രവാഹമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ഡലത്തിനേക്കാൾ കൂടുതൽ വിളക്കിനാണ് അവിടെ ഭക്തജനങ്ങൾ എത്തുക. പ്രത്യേകിച്ച് ഈ അങ്ങ് പറഞ്ഞതുപോലെ കേരളം വിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ തിരക്കപ്പോഴാണ് എരുമേലി വഴിയുള്ള ആൾക്കാർ യാത്ര കൂടുതൽ വരുന്നത്. എരുമേലി, വണ്ടിപ്പെരിയാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വരുന്ന സമയമാണ്. ഇവിടെ പ്രധാനപ്പെട്ടൊരു തലങ്ങളുണ്ട്, പേട്ടതുള്ളൽ അല്ലേ? അത് രണ്ട് കരക്കാർ തമ്മിൽ, ആലങ്ങാടും അമ്പലപ്പുഴയും. ശരിക്കും അതൊരു ആയോധന കലയെ പ്രാധാന്യമാക്കിയുള്ളതല്ലേ തിരുമേനി? ആയോധന കല എന്ന് മാത്രം പറയാനൊക്കത്തില്ല. കാരണം ഈ മഹിഷി നിഗ്രഹാർത്ഥം ഭഗവാനോടെത്തിയപ്പോൾ അതിനുശേഷമുള്ള ഒരു ആഘോഷ രൂപേണ സ്വീകരണം എന്നും വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. കാര്യം പല വേഷങ്ങളും ഒക്കെ കെട്ടി അവരൊരു ആഘോഷപൂരിതമാക്കുന്നു എന്നുള്ളതാണ്. കാടന്മാരായിട്ട് ശരിക്കും. കാരണം കാനനത്തിൽ അദ്ദേഹം പ്രവേശിക്കുന്ന ആ ഘട്ടത്തിൽ നമുക്കറിയാം എരുമേലിൽ നിന്നാണ് ആ കാനനപ്പാത ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അവിടെ ഒരുപക്ഷെ കാട്ടാള വേഷം തന്നെ ധരിച്ചുകൊണ്ടാണ് അയ്യപ്പന്മാരവിടെ ആഘോഷമായിക്കൊണ്ട് അവർ ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആധികാരികത്ത് അപ്പുറത്ത് കാലങ്ങൾക്കനുസൃതമായി ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചെങ്കിലും ഇന്നും എടുത്തു പറയത്തക്ക ചില കാര്യങ്ങൾ മനസ്സ് നിറഞ്ഞ് മനം മറന്ന് അവർ അയ്യപ്പനെ അങ്ങ് മുഴുകിക്കൊണ്ട് പേട്ടത്തുള്ളൽ ചെയ്യും. തീർച്ചയായിട്ടും ദേഹം പോലും മറന്ന്. അതെ, സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എന്നുള്ള ആ ഒരു താളാത്മകമായ വിളിയാണ്. അത് തന്നെ ഒരു പക്ഷേ എല്ലാവർക്കും അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയില്ല. കാരണം അതിൻ്റെ അർത്ഥം സ്വാമി എൻ്റെ അകത്ത്, അയ്യപ്പൻ നിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അയ്യപ്പൻ എൻ്റെ അകത്ത്, സ്വാമി നിൻ്റെ അകത്ത് എന്നുള്ള ഒരു നാമജപം. അത് ഈ യാമര വീമരം എന്നുള്ള ചുടുങ്ങി രാമരാമതുപോലെ അയ്യപ്പൻ എൻ്റെ അകത്ത്, സ്വാമി നിൻ്റെ അകത്തോ. അപ്പോൾ സ്വാമി നിൻ്റെ അകത്തോ അയ്യപ്പൻ നിൻ്റെ അകത്തോ എന്ന് പാടി ഒരു പക്ഷേ അങ്ങനെ ലോപിച്ചതാകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സ്വാമി തിന്തകത്വവും അതെ, കാരണം അവർക്ക് അയ്യപ്പനെ ഏത് നാമജപത്തിലൂടാണെങ്കിലും ആഘോഷത്തിലൂടാണെങ്കിലും എന്ത് തരത്തിലായാലും അവർ വൃശ്ചിക വ്രതമെടുത്ത് 41 ദിവസം കഠിന വ്രതമെടുത്ത് പൊന്നു അയ്യപ്പ സ്വാമിയെ, പൊന്നു മണികണ്ഠനെ വന്ന് കാണുവാൻ എന്ത് ത്യാഗം സഹിക്കുവാനും അവർ തയ്യാറാണ്. ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ പര്യസമാപ്തിയിലോട്ട് അവരെത്തുന്ന ദിനങ്ങളിലാണ് ശബരിമലയിലെത്തുക. ശബരിമലയിലെ കാനനത്തിലൂടെ വളരെ ദുർഘടമായ ആ ഘോരവനത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരാഘോഷപൂർവ്വം എരുമേലിയിൽ നിന്ന് തുടങ്ങുന്നു. എരുമേലിയിൽ നിലയനായ അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങി ആ കരിമല, നീലിമല, ഈ മലകളെല്ലാം ചവിട്ടി, അതേപോലെ അഴുതാമേട്, അഴുതേക്കുളി ഇതെല്ലാം നടത്തി. പഴയ കാലത്ത് ഇവിടെല്ലാം സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതിനൊന്നും ആരും നിൽക്കാറില്ല. എങ്കിലും എത്രയും പെട്ടെന്ന് അയ്യപ്പനെ ഒരു നോക്ക് കാണുവാനായി ആ കാനനത്തിലേക്ക് പുറപ്പെടുന്നത് ആഘോഷപൂർവ്വമാക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ കണ്ടുവരുന്നത്. അല്ല, തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ കൈയും മെയ്യും മനസ്സും ഒക്കെ മറന്ന് അല്ലേ, ഒരുപക്ഷെ ബോധം പോലും ഇല്ലാതെ അവനിലൊരു ആവേശമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടുപ്രദേശത്ത് അനുഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേക അനുഗ്രഹത്തോടു കൂടിയാണ് അവൻ പേട്ടത്തുള്ളത്. അല്ല, അയ്യപ്പൻ മാത്രം മനസ്സില്ല, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു ചിന്തയുമില്ല. അതറിയാമല്ലോ, അദമ്യമായ അഗാധമായ അന്ധമായ ഒരു വലിയ വിശ്വാസമാണ് അവൻ. അയ്യപ്പൻ എന്നോടൊപ്പമുണ്ട്, അയ്യപ്പൻ എന്നിൽ തന്നെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ എത്രയോ ദിനരാത്രങ്ങൾ ഒരുപക്ഷെ ഉറങ്ങാതെ വിശ്രമിക്കാതെ അവൻ അയ്യപ്പനെ കാണണമെന്നുള്ള ഒരു മനസ്സിലുണ്ടാകുന്ന ആ ഒരു വലിയ ആകാംക്ഷയോടുകൂടി അവൻ പൂർത്തീകരിക്കുകയാണ് അവൻ്റെ വ്രതം. ആ വ്രതം പൂർത്തീകരിച്ച് അവൻ നാട്ടിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാരും തമിഴ്നാട്, കർണാടക, ആന്ധ്ര അവിടെ നിന്നുള്ളവരാണ് കൂടുതലും പേട്ടത്തുള്ളാൻ എത്തുന്നത്. അവരെ സംബന്ധിച്ച് ഒരു ദേശം മുഴുവൻ അവിടുന്ന്
അയ്യപ്പസ്വാമിയുടെ കെട്ടുമുറുക്കി സ്വാമിമാരെ ഒരു ദേശക്കാരെ മുഴുവനായിട്ടാണ് യാത്ര അയപ്പിക്കുന്നത്. തിരിച്ച് ഈ എത്തുന്ന സമൂഹത്തെ മുഴുവൻ അവിടെ വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഈ പേട്ടത്തുള്ളി ആചാരങ്ങളെല്ലാം പൂർത്തീകരിച്ച് അയ്യപ്പസ്വാമിയെ ദർശിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദം എന്തായാലും, അപ്പമായാലും അരവണയായാലും തുടർന്ന് പ്രസാദമാണെങ്കിലും എന്തായാലും അവൻ ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോൾ ആ നാടിന്, ആ ദേശത്തിന്, അവിടെ പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക്, അവിടുത്തെ വലിയ വലിയ എന്താ പറയുക ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽശാലകൾ നടത്തുന്നവർക്ക്, കർഷകർക്ക്, ഇവർക്കെല്ലാം അടുത്തൊരു വർഷം അയ്യപ്പനോടൊപ്പം അല്ലെങ്കിൽ അയ്യപ്പൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ ഇരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അയ്യപ്പൻ അവരുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്. അതെ. ഇപ്പോൾ തിരുപ്പതി ഭഗവാനെ പോലെ അയ്യപ്പനും അല്ല, അവർക്ക് അയ്യപ്പനാണ് സർവസ്വവും. കാരണം അയ്യപ്പനില്ലാതെ അവർ മറ്റൊന്നുമില്ല. അതെ, അത്രത്തോളം അഗാധമായൊരു വിശ്വാസമാണ്. നമുക്കറിയാം, വിശ്വാസമോട് അർത്ഥിക്കും ഭക്തന് ആശ്വാസമേകും ദേവൻ കാലാകാല ദുരിതങ്ങളൊക്കെ ലവലേശമേലാതെയും മലോകർക്കുള്ളിലുള്ള ദുഃഖമാലിന്യമൊക്കെ തീർക്കും. പണ്ട് ഒരു ഭക്തിമാനായ ഒരു കവി എഴുതിയതാണ്. കാരണം വിശ്വാസമോട് അർത്ഥിക്കുന്ന ഭക്തന്, വിശ്വാസമാണ് അവന് മുഖ്യം. അവൻ്റെ വഴിപാടെന്ന് പറഞ്ഞ വിശ്വാസമാണ്. വിശ്വാസമോട് അർത്ഥിക്കുക അവനോട്, വേറെ ഒന്നും ആവശ്യപ്പെടേണ്ട, അവൻ്റെ മനസ്സ് മാത്രം സമർപ്പിച്ച് അവൻ അർത്ഥിക്കുക. ഭക്തന് ആശ്വാസമേകും എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ശബരിമല ദർശിക്കാനായി പോയപ്പോൾ ഞാനവിടെ കണ്ട മനോഹരമായ ഒരു കാഴ്ചയുണ്ട് തിരുമേനി. അതായത് 6 മാസം മാത്രം പ്രായമായ ഒരു കുഞ്ഞിന് സ്വന്തം പിതാവ് അവിടെ വച്ച് അന്നപ്രാശനം നടത്തണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവരുന്നത്. വസ്തുത പറഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് പോലും അതിൽ ആ ഭക്തിയിൽ നമ്മൾ പോലും ലയിച്ചു പോയി, നമ്മൾ അദ്ദേഹത്തോടൊപ്പം കൂടി എന്നുള്ളതാണ്. അങ്ങനെ അങ്ങയുടെ കാലത്ത് ഒരുപാട് ധാരാളമുണ്ട്. കാരണം ചിലരൊക്കെ അവർക്ക് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഞാൻ ആ കുഞ്ഞിനെ സന്നിധാനത്തിൽ കൊണ്ടുവച്ച്, അപ്പോൾ അവനൊന്നും ആലോചിക്കില്ല, സന്നിധാനത്തിൽ കൊണ്ടുവച്ച് അന്നപ്രാശനം നടത്തിക്കൊള്ളാം, അവനെ ചോറ് കൊടുപ്പ് നടത്തിക്കൊള്ളാം എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അനവധി പേർ. അപ്പോൾ ബുദ്ധിമുട്ട് വെറും 6 മാസം മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞിനെ, കൈക്കുഞ്ഞിനെ സീസൺ എന്ന് പറയുന്നത്, അതെ, ഈ മല കയറ്റി പ്രത്യേകിച്ച് ഈ സീസണിലൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും അവൻ അഗാധമായ ഭക്തിയിൽ അവൻ നേർന്നിട്ടുള്ള ആ വിശ്വാസം, അയ്യപ്പൻ എനിക്ക് തന്ന ഒരു കുഞ്ഞാണ്, എൻ്റെ വാക്ക് ഞാൻ പാലിക്കണം, ആ തിരുനടയിൽ എനിക്ക് എത്തിക്കണം എന്നുള്ളതാണ് അവൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങ് ഇത് പറയുമ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയാം. ഞാൻ ഈ കുഞ്ഞിൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, ഇത് വളരെ ഒരു ത്യാഗമാണല്ലോ അങ്ങ് സഹിക്കുന്നതെന്ന് പറഞ്ഞു. ഓ, എനിക്ക് ഒരു ത്യാഗം, എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും. അത്രേ ഉള്ളൂ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ആ വാക്കുകൾ. അതായത് മാലയണിഞ്ഞ് കഴിഞ്ഞാൽ വ്രതശുദ്ധിയോടുകൂടി പരമപൂർണ്ണ സമർപ്പണത്തോടുകൂടി നിൽക്കുന്ന ഒരു ഭക്തനെ പരിപാലിക്കുക, അല്ലെങ്കിൽ അവനെ കാത്തുരക്ഷിക്കുക, അവനെ സംരക്ഷിക്കുക, എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും. അപ്പോൾ ഈ അന്നപ്രാശനർക്ക് തീർച്ചയായിട്ടും എല്ലാ സീസണിൽ മാത്രമല്ല അല്ലാതെ നടത്തുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവൻ ദുഃഖത്തിൽ ആന്നിരിക്കുന്ന സമയത്താണ് ഭഗവാനോട് അപേക്ഷിക്കുന്നത്, അല്ലയോ ഭഗവാനെ എനിക്കൊരു കുഞ്ഞിക്കാലി തരണമല്ലോ എന്ന് പറയുമ്പോൾ അവൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് ഒരു കുഞ്ഞിക്കാലി ലഭിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണോന്ന് അത് തീർച്ചയായിട്ടും നടത്താറുണ്ട്. അതിൽ നിന്നൊന്നും അവൻ മുന്നോട്ട് പോകാറില്ല. അനവധി അനുഭവങ്ങളുണ്ട്. അസുഖങ്ങൾ വന്നിട്ട് മാറിയിട്ട് അവിടെ വന്ന് കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട്. അതിന് അതുപോലെ ശയനപ്രദർശനം ഇതേപോലെയാണ്. എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് ചില ശയനപ്രദർശനം നേടാറുണ്ട്. പക്ഷേ ശയനപ്രദർശനമൊക്കെ ഈ സീസണിൽ ഒഴിവാക്കുന്നത് ഭക്തന്മാർ മനസ്സിലാക്കുക. കാരണം അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം കുറേ ഭക്തന്മാർ വന്ന് തിരക്കുണ്ടാകുമ്പോൾ ശയനപ്രദർശനമൊക്കെ അപ്രായോഗികമാണ്. അതാണ് സത്യം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സീസൺ അനുസരിച്ചിട്ട് ഇപ്പോൾ അവിടെ നടക്കാൻ പോലും പറ്റില്ല, സംവിധാനമില്ലാത്ത ഒരവസ്ഥയാണ്. പിന്നെ ഭക്തന്മാർ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനെയുള്ള പ്രത്യേക വിശേഷമായ നേർച്ചകളും വഴിപാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിയുമെങ്കിൽ ഈ മണ്ഡല മകരവിളക്ക് കാലഘട്ടം ഒഴിവാക്കി മാസപൂജയ്ക്കാകുമ്പോൾ കുറച്ചുകൂടെ സമാധാനമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അയ്യപ്പന്മാരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിന് അവർക്ക് ഈ തിരക്കോ അല്ലെങ്കിൽ അവിടുത്തെ അസൗകര്യങ്ങളോ അവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങളോ ഒന്നും അവർക്കതൊന്നുമല്ല. അവർക്ക് അയ്യപ്പനെ ഒരേ ഒരു ലക്ഷ്യം ശബരിമല, ഒരേ ഒരു മുഖ്യം അയ്യപ്പ ദർശനം. എഴുതിയ വരികൾ പുണ്യമായിരിക്കട്ടെ. നമ്മൾ ഈ ചടങ്ങുകൾ പറഞ്ഞു, ഒരുപാട് ചടങ്ങുകളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ഈ മകരവിളക്കിന് ശേഷമുള്ളതും പറഞ്ഞു. പൂട്ടി താക്കോല് കൊടുത്ത് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചാണ്. എന്നാലും ഈ ഇപ്പോഴും അത്ഭുതമായി നിൽക്കുന്ന ആഴി, അവിടുത്തെ ആഴി, അത് ഈ എപ്പോഴാണത് ആഴിക്ക് തീ കൊടുക്കുക? ആഴി മണ്ഡലപൂജയ്ക്ക് നട തുറക്കുമ്പോൾ അതിന് തലേ ദിവസം പടി ഇറങ്ങുന്ന മേശാന്തി ആഴി കൊളുത്തിയിട്ടാണ് അന്ന് നട തുറന്നു കഴിഞ്ഞാൽ ആഴി കൊളുത്തു. അത് മണ്ഡലപൂജ മുഴുവൻ നിൽക്കും. മണ്ഡലപൂജ കഴിഞ്ഞാൽ അതെല്ലാം അതിൽ ആഴിയിലുള്ള കല്ലുകളെല്ലാം മാറ്റി ശുദ്ധീകരിച്ച് അടുത്തത് പുതിയതായി വന്നിട്ടുള്ള മേശാന്തി മകരവിളക്ക് നട തുറക്കുന്നതിന് തലേ ദിവസം എന്നാണെങ്കിൽ നട തുറക്കുന്നതിൻ്റെ അന്ന് വൈകുന്നേരമാണ് നട തുറക്കുക.
നട തുറക്കുന്ന അന്ന് വൈകിട്ട് നട തുറന്നു കഴിഞ്ഞാൽ നേരെ വന്ന് ആഴി തെളിയിക്കുക, അതാണ് അവിടുത്തെ ചടങ്ങ്. അപ്പോൾ ഈ മണ്ഡലപൂജ മകരവിളക്ക് കാലഘട്ടങ്ങളിൽ ഏകദേശം 60-62 ദിവസങ്ങളോളം ഇത്രത്തോളം നാളികേരം അതിനകത്ത് കിടന്ന് എരിഞ്ഞ് തീരുകയാണ്. അപ്പോൾ അത് ആ ദിവസങ്ങളിലാണ് അവിടെ ആഴിക്ക് ഇത്രത്തോളം ഭയാനകമായ അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ ഒരു ആഴി കത്തി ജ്വലിക്കുന്ന കാണാനുള്ളത്. മാസപൂജയ്ക്കൊന്നും അത്രയൊന്നും ഉണ്ടാവില്ല. ഇല്ല, മാസപൂജയ്ക്ക് തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ മകരവിളക്ക് സമയത്ത് മകരവിളക്കും അസാധ്യമാണ്. കാര്യം എത്രത്തോളം ഭക്തന്മാരെത്തുമ്പോൾ അത്രത്തോളം നാളികേരം അതിനകത്ത് സമർപ്പിക്കപ്പെടുന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും ആഴി തെളിയും. ഇതല്ലാതെ ആഴിക്കേറെ ഏതെങ്കിലും പ്രാധാന്യം പൂജ? ആഴിക്ക് ഒന്നുമില്ല. ആഴിയുടെ പ്രാധാന്യം നമ്മുടെ ജീവാത്മാ ചൈതന്യത്തെ അവിടെ ഭഗവാനെ സമർപ്പിച്ച് ആ ദേഹദേഹി വിയോഗം സംഭവിക്കാൻ ദേഹി പരബ്രഹ്മത്തിൽ ലയിക്കുന്നെന്നും ദേഹം അഗ്നിക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. സദാചാരമായ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ ഈ ആഴിയുടെ ചുവട്ടിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ഒരു ആൽവൃക്ഷമുണ്ട്. പക്ഷെ അത് എത്ര വർഷമായി തിരുമേനി? എത്രയോ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കാര്യം അഗ്നിക്ക് സാക്ഷിയായിട്ട് ആ വൃക്ഷം ഒരു കേടുപാടും ഇല്ലാതെ അവിടെ നിൽക്കുന്നുള്ളതാണ്. കാരണം ഇത്രയും ചൂട് നമുക്കറിയാം, നമ്മുടെ അടുത്ത് നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഈ ആലിലൊക്കെ ഒരു തളിരുകൾ പോലും പൊഴിയാതെ ഒരു കരിവാതെ പച്ചപ്പായി നിൽക്കുന്നു എന്നത് അത്ഭുതം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ ഞാൻ പറഞ്ഞു, പ്രകൃതിദത്തമായ ഒരു സംഭാവനയാണത്. പ്രകൃതിദത്തമായ ഒരു സാക്ഷ്യപത്രമാണ് അവിടുത്തെ ആലിനുള്ള പ്രത്യേകത. നമ്മളിപ്പോൾ ഒരുപക്ഷേ ശരണം ശബരി ഗിരീശത്തിലൂടെ നമ്മൾ പറയുന്നത് തന്നെ ശബരിമലയെക്കുറിച്ചുള്ള ആചാരങ്ങൾ പറയുന്നതിന് ഉപരി, ശബരിമലയുടെ അനുഷ്ഠാനങ്ങൾ പറയുന്നതിനുപരി നമ്മുടെ സംസ്കാരത്തിന് അനുസൃതമായ പല കാര്യങ്ങളും നമ്മളുടെ ഈ പരിമിതമായ അറിവുകൾ വെച്ച് പറയുന്നതോടൊപ്പം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായി നമുക്ക് തോന്നാമെങ്കിലും അത് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ ഭക്തന്മാരുടെ മനസ്സിലോട്ട് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടി വരും, ശ്രദ്ധിക്കപ്പെടാതെ എന്ന് ഭക്തന്മാരുടെ അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും ഈ ആൽമരത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല അത് ഭക്തിപുരസ്സരമല്ലാതെ അതിനെ നോക്കാൻ പറ്റില്ല. കാരണം എത്രയോ കാലങ്ങളായി അവിടെ നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ആൽവൃക്ഷത്തിന് ഒരു കേട് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ ഒരു അത്ഭുതം. അത് ആഴിയോട് ചേർന്ന് നിൽക്കുന്നത് അത്ര അടുത്താണ്. അതുകൊണ്ടാണ് അത് എടുത്തു ചോദിക്കാൻ കാരണം. അതുപോലെ തന്നെ ഈ മണിമണ്ഡപത്തിന് എന്തൊക്കെയാണ് പ്രാധാന്യം? മണിമണ്ഡപത്തിന് പല രീതിയിലുള്ള ആചരണങ്ങളുണ്ട്. മണിമണ്ഡപം നമുക്കറിയാം, ഈ മണിമണ്ഡപം എന്ന് ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലം മാളികപ്പുറത്തേക്ക് പോകുമ്പോഴൊരു മണിമണ്ഡപം. പിന്നെ 18-ാം പടി കയറി കഴിഞ്ഞാൽ ഇരുവശങ്ങളിലുമായിട്ട് 2 മണിമണ്ഡപങ്ങളുണ്ട്. ഇതും രണ്ട് രീതിയിലാണ് ഭക്തന്മാർ കാണുന്നത്. ഈ മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൂർവ്വ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളോ അതിൻ്റെ ബാക്കി ഒക്കെയോ എന്തൊക്കെയോ വെച്ച് ഉരുക്കിയെടുത്തിട്ടുള്ള മണിമണ്ഡപമാണെന്നാണ് ഒരു വിശ്വാസം. അവിടെ ഉള്ള മണിമണ്ഡപം, മാളികപ്പുറത്തമ്മയുടെ പരിസരത്തുള്ള മണിമണ്ഡപം, ഭഗവാൻ പന്തളത്ത് നിന്ന് അമ്പ ചെയ്തപ്പോൾ അവിടെ വന്ന് വീണെന്നും ആ സ്ഥാനത്ത് നിന്നും മണിമണ്ഡപമായിട്ട് ആചരിക്കുന്നു എന്നൊക്കെ പല വിശ്വാസങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും അവിടുത്തെ ആചാരം എന്ന് പറഞ്ഞാൽ മാളികപ്പുറത്തമ്മയുടെ പരിസരത്തിരിക്കുന്നതായ ആ മണിമണ്ഡപത്തിൽ മകരവിളക്കിന് നട തുറന്നു കഴിഞ്ഞാൽ മകരവിളക്കിന് ശേഷം 5 ദിനങ്ങളിൽ അവിടെ അയ്യപ്പൻ്റെ വിവിധ രൂപങ്ങളിലുള്ള കളമെഴുതി പാട്ട് നടത്താറുണ്ട്. അത് പാട്ട് നടത്താൻ വേണ്ടി അവിടെ കുറുപ്പന്മാരെന്നൊരു സമൂഹമുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊന്ന് പാട്ട് നടത്തി പോകാറുണ്ട്. ആ 5 ദിവസങ്ങൾ വിളക്ക് കഴിഞ്ഞതിന് ശേഷം അതുപോലെ 5 ദിവസങ്ങളിൽ അവിടെ നിന്നും സന്നിധാനത്ത് 18-ാം പടിയുടെ അവിടെ വരെ അവിടെ നിന്നൊരു ചെറിയൊരു കൊടിക്കൂറ എഴുന്നള്ളിപ്പും പതിവുണ്ട്. അവിടെ നിന്ന് അന്ന് എഴുന്നള്ളിച്ച് വരുന്നതിനുള്ള ആ കൊടിക്കൂറ ഈ പെട്ടിയിലുണ്ടാവും എന്നാണ് വിശ്വാസം. അല്ല, അതാണ് 3-ാമത്തെ പെട്ടി അല്ലേ? അതെ, ഈ 3 പെട്ടികളാണല്ലോ. അതെ. അങ്ങനൊരു വിശ്വാസമുണ്ട്. അത്രയേ ഉള്ളൂ അവിടെ. കാരണം ആ മണിമണ്ഡപത്തിൽ ഈ 5 ദിനങ്ങളിൽ 5 ഭാവത്തിലാണ്. കാര്യം ഇതൊക്കെ ഞാൻ കേട്ടറിവേ ഉള്ളൂ. കാരണം സന്നിധാനത്തിരിക്കുന്ന മേൽശാന്തിക്ക് നമ്മുടെ പക്ഷേ ഇത് കേട്ടറിവ് 5 ഭാവത്തിൽ ഭഗവാനെ അവിടെ കളം എഴുതി പൂജിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തിരുമേനി, നമ്മൾ സംസാരിച്ച് വന്നത് ഈ ഉത്സവത്തിനിടയ്ക്ക് 1-2 കാര്യങ്ങളുടെ സംശയ നിവർത്തിക്ക് കൂടി ഒരു ചെറിയ അവസരം തരണം. ഒന്ന്, ഉത്സവ ബലിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഉത്സവ ബലിക്ക് ഈ പ്രധാനമായി ആദ്യമായി ചെയ്യുന്ന ചടങ്ങ് എന്താണ്? ഉത്സവ ബലിക്ക് പ്രധാനമായിട്ട് നമുക്ക് ഭഗവത് ചൈതന്യം നമുക്കറിയാം. ഉത്സവ ബലി, ശ്രീഭൂതബലി, ശ്രീബലി, ഇത് 3 ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ഒരു ചടങ്ങ്. അപ്പോൾ ഉത്സവ ബലിക്ക് പ്രധാനമായിട്ട് നമ്മൾ ഭഗവാൻ ചൈതന്യത്തിൻ്റെ ചൈതന്യാംശത്തെ ആ ശ്രീബലി ബിംബത്തിലോട്ട്, അതിൽ പ്രത്യേക തിടമ്പെന്നും ചില നാട്ടിൽ പറയാറുണ്ട്, അതിലോട്ട് ആവാഹിക്കുന്നു. അതെടുത്ത് മേശാന്തിയുടെ കൈ കൊടുത്താൽ അത് എടുത്തുകൊണ്ടാണ് ഓരോ ബലിക്കല്ലിൻ്റെയും ഓരോ ഭൂതഗണങ്ങളുടെ ആവാഹിച്ചിട്ടുള്ള ബലിക്കല്ലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാണ് തന്ത്രിവര്യൻ ഈ ചടങ്ങുകൾ നിർവഹിക്കുക. അങ്ങനെ ഭഗവാനെ എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ
അതാണ് അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അല്ല, ഇത് ഈ ചടങ്ങുകൾക്ക് മുൻപ് ആദ്യമായിട്ടാണോ ആവാഹിച്ച് ഇറങ്ങുന്നത്? അല്ലല്ല, അത് അതിൻ്റെ ഭാഗമാകുന്നേ ഉള്ളൂ. ആദ്യം ഹവിസ് പൂജയാണ്. ഭഗവാൻ സമർപ്പിക്കപ്പെടേണ്ട, അതായത് ഈ ഭൂതഗണങ്ങൾക്ക് അർപ്പിക്കപ്പെടുന്ന വിളക്ക് വെച്ചതിന് ശേഷം അതിന് മുമ്പ് തന്നെ ഈ ഹവിസ് പൂജ തുടങ്ങിയിരിക്കും. ഹവിസ് പൂജ 3 ഖണ്ഡങ്ങളായി മാറ്റും. അതായത് ശുദ്ധമായ ഹവിസ്, ഭൂതഹവിസ്, അല്ലാതെയുള്ള സമഷ്ടിയിലുള്ള ഹവിസ്. ഈ 3 ഹവിസുകളായിട്ട് നമ്മൾ പ്രത്യേകം പൂജിക്കും. കാര്യം ആദ്യമുള്ള ഹവിസ് ശുദ്ധാന്നമാണ്. അത് നാളികേരം, കദളിപ്പഴം, ശർക്കര, ഇത് മാത്രം. അടുത്ത ഹവിസിനകത്ത് മഞ്ഞൾപ്പൊടി, മൂന്നാമത്തെ ഹവിസിനകത്ത് കായ്കനികൾ വേവിച്ചതും എള്ള് വറുത്തിട്ടതുമൊക്കെയാണ്. അങ്ങനെ 3 ഹവിസുകളായിട്ട് വിഭജിച്ച ശേഷം ഈ 3 സങ്കല്പത്തിൽ ഇതേ പൂജിക്കുന്നു. പൂജിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് വിളക്ക് വെച്ച് പാണി കൂട്ടുന്നു. ആ പാണി കൊട്ടുക എന്ന് പറഞ്ഞാൽ വിളക്ക് വെച്ചെന്ന് ലോകാധിനാഥനായ ഭഗവാൻ ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്തുവാനായി പുറത്തേക്ക് എഴുന്നള്ളൂ എന്നുള്ളൊരു അറിയിപ്പാണ്. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പാണി കൊട്ടി അവരെ അറിയിക്കുന്നു. പാണി കൊട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വെളിയിലോട്ട് എഴുന്നള്ളുകയായി. അപ്പോൾ അകത്ത് ഉള്ള ദാസന്മാർ മുതൽ അകത്തെ ബലിവട്ടവും, അത് കഴിഞ്ഞാൽ ബലിക്കല്ല്, ഈ ദാസന്മാർ രണ്ട് സൈഡിലുള്ളത്, അത് അകത്ത് ദാസന്മാർ, അത് കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നാൽ ദ്വാരപാലകന്മാർ, ഇവർക്കെല്ലാം പ്രത്യേകമായിട്ട് അവർക്ക് പൂജ കഴിച്ച് അവർക്ക് ഈ ഹവിസ് തൂകുകയാണ്. ആ ഹവിസ് തൂകുകയാണ് ഓരോ ബലിക്കല്ലിൻ്റെയും അടുത്ത്. അതുകൊണ്ടാണ് ഈ പൂജ തന്നെ വളരെ വിസ്താരമായിട്ട് പോകുന്നത്. കാരണം സമയം 3-4 മണിക്കൂർ വേണം ഓരോ. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ നേരെ നടുക്കുള്ള കിഴക്ക് ഭാഗത്ത് വരുന്ന, അല്ലെങ്കിൽ നേരെ മുൻപിൽ കിഴക്ക് ദർശന ക്ഷേത്രത്തിലാണെങ്കിൽ ഇന്ദ്രൻ, ആ ഇന്ദ്രൻ എന്നുള്ള സങ്കല്പത്തിൽ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള ആ സ്തോത്രങ്ങൾ അല്ലെങ്കിൽ ധ്യാനമന്ത്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പൂജിച്ച് വന്ദിച്ച് അതെല്ലാം ചെയ്ത് പൂജാവസാനത്തിങ്കൽ നിവേദ്യസ്ഥാനത്ത് അദ്ദേഹത്തിന് ആവശ്യമുകൊണ്ട് ബലി തൂകി അത് പൂർത്തീകരിച്ച ശേഷമാണ് അവന് അർഘ്യം, പാദ്യം ഇത്യാദി സമർപ്പണങ്ങളും ഇതെല്ലാം ചെയ്തൊക്കെ ലഘൂകരിച്ച് പറയുന്നു എന്നുള്ളത്. ഇങ്ങനെ അർഘ്യപാദ്യാദികൾ സമർപ്പിച്ച് ഓരോ ഭൂതഗണത്തിൻ്റെയും മുമ്പിൽ അതിവിശേഷമായി പൂജിക്കുന്ന ചടങ്ങാണ് ഈ ഉത്സവബലി. അതുകൊണ്ടാണ് ഇത്രത്തോളം സമയം അതിനെടുക്കേണ്ടി വരുന്നത്. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടാണ്. കാരണം ഈ ദ്രവ്യങ്ങൾ ഒക്കെ നമുക്ക് സംഘടിപ്പിച്ച് അതിൻ്റേതായ ചിട്ടപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് സഹസ്രകലശം. ശരിക്കും ശബരിമല പോലുള്ള ഇത്രയും ജനനിബിഡമായ സ്ഥലത്തും സഹസ്രകലശം നടക്കുന്നു എന്ന് പറയുന്നതാണ് അത്യത്ഭുതം. അതെ. ഈ സഹസ്രകലശം എത്ര പ്രാവശ്യം നടക്കാറുണ്ട്? അത് ശബരിമലയൊക്കെ മിക്കവാറും വഴിപാടുകളായിട്ട് വരാറുണ്ട്. അല്ലാതെയുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെ പറയാറില്ല. പക്ഷേ ശബരിമല പോലുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും അവിടുത്തെ ഒരു അഭിഷേകപ്രിയനായതുകൊണ്ട് അവിടെ സഹസ്രകലശത്തിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ സഹസ്രകലശം നമുക്കറിയാം 1000 കലശങ്ങൾ കൊണ്ടാണ്, 1001 കലശങ്ങൾ കൊണ്ട് അവിടെ സമർപ്പിക്കപ്പെടുന്നു. ആ ഭഗവത് സന്നിധിയിൽ ഭഗവാൻ അഭിഷേകപ്രിയനായതുകൊണ്ട് അവിടെ ആ 1001 കലശം ഭഗവാൻ പ്രത്യേകമായി പൂജിച്ച് അവിടെ അഭിഷേകം കഴിക്കുന്നു എന്നുള്ള അവിടുത്തെ ഒരു വഴിപാടാണ്, നേർച്ചയാണ്. നാട്ടിലുള്ള മറ്റുള്ള ക്ഷേത്രങ്ങൾ അതല്ല. സഹസ്രകലശം എന്ന് നടത്തുക എന്നുള്ളതൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ട് അവിടെ അത് വല്ലപ്പോഴും നടത്തുക എന്ന് മാത്രം. അങ്ങ് പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടും അതേപോലെ സാഹചര്യമായിട്ടും. പിന്നെ ആ സഹസ്രകലശങ്ങളെ വെറും അഭിഷേകമായി മാത്രം നടത്തിയാൽ പറ്റില്ല. കാര്യം സഹസ്രകലശങ്ങൾക്ക് മുൻപായി ചെയ്യേണ്ട ചില ചടങ്ങുകളുണ്ട്. പ്രാസാദ ശുദ്ധിയാദി ക്രിയകളും ഒക്കെ നടത്തിയേ നാട്ടിൽ നടത്താറുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക നേർച്ചയായിട്ട്, അഭിഷേകപ്രിയനായതുകൊണ്ട് പ്രത്യേക ഒരു നേർച്ചയായിട്ട് സഹസ്രകലശം കൊണ്ട് അവിടെ ഭഗവാൻ ഈ പറയുന്ന പോലെ 6 ദിവസം അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവിടെ പതിവില്ല. കാരണം അവിടുത്തെ ഉദ്ദേശം ഇതാണല്ലോ, ഒരു പ്രത്യേകമായ വഴിപാടാണ്, ഭഗവത് സമർപ്പണമാണ്. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് അതല്ല. അത് മുളയിട്ട് ചെയ്യണം. ദ്രവ്യകലശം ആയിരിക്കും, മുളയിട്ട് ചെയ്യണം. നമുക്കറിയാം സാധാരണഗതിയിൽ 25 കലശത്തിന് മുകളിലോട്ട് വരുന്ന കലശങ്ങളെല്ലാം ജലപൂരകമല്ല, ദ്രവ്യകലശങ്ങളായിരിക്കും. ആ ദ്രവ്യകലശങ്ങൾക്ക് മുൻപായിട്ട് പ്രാസാദശുദ്ധി, ബിംബശുദ്ധി ഇത്യാദി നിർബന്ധമായിട്ട് കഴിക്കും എന്നൊരു നിയമമുണ്ട്. അതിനെ കുറച്ചുകൂടെ വിസ്തരിച്ച് ചെയ്യുകയാണെങ്കിൽ അറിയാം, മുളയിട്ട് ചെയ്യാം. അപ്പോൾ അത് അവിടുത്തെ തന്ത്രിവര്യൻ്റെ തീരുമാനമനുസരിച്ചിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുരുലകത്വം ലാഘവത്തോടുകൂടി എടുക്കുക. കാരണം ഒരുപക്ഷെ കൂടെ സഹസ്രകലശങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണെങ്കിൽ അത് ദ്രവ്യകലശമായിട്ടങ്ങ് സമർപ്പിക്കത്തേ ഉള്ളൂ. പ്രാസാദ ബിംബശുദ്ധിയാദികളോടുകൂടി ദ്രവ്യകലശം നടത്തും. അല്ലാതെ വല്ലപ്പോഴും നടത്തുന്ന സ്ഥലമാണെങ്കിൽ പ്രായശ്ചിത്താദികൾ പൂർണ്ണമായി ചെയ്യും. അതറിയാം, ഓരോ ദേവന് വിളിച്ചിട്ടുള്ള ചില ദേവന്മാർക്ക് പ്രോക്ത ഹോമങ്ങൾ, പ്രോക്ത കലശങ്ങളുണ്ട്. ചില ദേവന്മാർക്ക് അത് ഈ നമ്മൾ ഈ സഹസ്രകലശത്തിൻ്റെ നോട്ടീസ് വായിക്കുമ്പോൾ അത് ക്രിയാഭാഗങ്ങൾ മുളയിട്ട് ചെയ്യുമ്പോൾ പ്രായശ്ചിത്താദി കർമ്മങ്ങളെല്ലാം കൂടെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ 6 ദിനങ്ങളൊക്കെ അതിനാവശ്യം വരുന്നത്.
സിനിമയിൽ നമ്മൾ ഇപ്പോഴും സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ വീണ്ടും എങ്കിലും ഇങ്ങനെയുള്ളതായ താന്ത്രികമായ അല്ലെങ്കിൽ ആധ്യാത്മികമായ സങ്കല്പങ്ങൾ കുറച്ചൊക്കെ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഉതകുന്ന രീതിയിൽ വളരെ ലഘുവായി നമ്മൾ പ്രതിപാദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദയവായി ഇതിന് പ്രേക്ഷകർ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പരിധിവരെ ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്വാമി ഈശ്വരൻ.